ശിവസ്മ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എപ്പോഴുമുള്ള വീഡിയോ പോലെ തന്നെ ഇതും ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ. ശരിക്കും 5 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് പോലും കഴിഞ്ഞ വീഡിയോകളൊക്കെ കാഴ്ചകൾ വളരെ കുറവാണ്. ആ ഒരു നിരാശയോട് കൂടിയാണ് ഈ വീഡിയോയിൽ വർക്ക് ചെയ്യുന്നത്. വീഡിയോ നന്നായി ചെയ്യുന്നതെന്നാണ് വിശ്വാസം. എന്താ കാരണം നമുക്കറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആരും അഭിപ്രായം പറയുന്നില്ല. നല്ലതാണെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അഭിപ്രായങ്ങൾ പറയാം, എന്നാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയോടുകൂടി വീഡിയോയിലേക്ക്. ഉൾവഴികൾ, നെല്ലിയാമ്പതിയുടെ ഉൾവഴികൾ. നമ്മളിപ്പോൾ ഈ കടന്നു വന്ന ഉൾവഴി നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ആ വഴി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുലയമ്പാറ ജംഗ്ഷൻ കിട്ടും. അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കൊട്ടയങ്ങാട് എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണത്. ആ റൈറ്റ് കുറച്ചുകൂടി എടുത്തു കഴിഞ്ഞാൽ മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഒരു സ്കൂളും ഒരു പള്ളിയും കാണാം. ആ പള്ളിയുടെ സൈഡിൽ കൂടെ റൈറ്റിലേക്ക് ഒരു വഴി പോകണം. ആ വഴി എത്തിപ്പെട്ട ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോകൾ കണ്ടാലാണ് ഒരു ബേസിക് ഐഡിയ കിട്ടുള്ളൂ. നമ്മുടെ മുമ്പത്തെ വീഡിയോകളൊക്കെ ഓരോ ടൂറിസ്റ്റ് പ്ലേസും കയറി വരുന്നത് തൊട്ട് ഘട്ടമായിട്ടാണ് വീഡിയോകൾ ഇടുന്നത്. അതൊക്കെ കാണുകയാണെങ്കിൽ വരുന്നവർക്കൊക്കെ ഒരു ഉപകാരമാകുന്ന വിചാരിക്കുന്നത്. പുതുതായിട്ടൊക്കെ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ മുമ്പത്തൊക്കെ ചെറിയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ കാഴ്ചകൾ കൂടുതൽ കാണാൻ കിട്ടും എന്ന് വിചാരിക്കുന്നത്. നെല്ലിയാമ്പതിൽ ഫുൾ കവറേജ് വീഡിയോകളാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ചിലപ്പോഴേ മെയിൻ സ്ഥലങ്ങൾ മാത്രമാവും നമ്മൾ വന്നു പോവുക, പക്ഷേ കാഴ്ചകൾ പിന്നെയും ഉണ്ടാവും. ഇടയ്ക്ക് ഉൾവഴികളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്നതിലൊന്ന് പോയി നോക്കി നോക്കുക. അപ്പോൾ നമ്മളിവിടെ വരെ വന്നത് മുമ്പത്തെ വീഡിയോകളൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരനെ കാണാം, വരുമ്പോൾ അപ്പോൾ യാത്രകളൊക്കെ അടിപൊളിയാക്കാം. കുറച്ച് കണ്ടുള്ളൂ എന്നുള്ളൊരു നിരാശ വേണ്ട. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഈ ഉൾവഴികളൊക്കെ പരിചയപ്പെടുത്തുന്നു നമ്മുടെ വീഡിയോയിലൂടെ. കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലൊരു ഉൾവഴി പിടിച്ചപ്പോഴാണ് തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഒരു പുള്ളിപ്പുലിനെ കിട്ടിയത്. രസകരമായിരുന്നു കേട്ടോ, പറ്റിയേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലാണ് കേട്ടോ ഈ യാത്ര. പിന്നെ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരു പേടിയുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, ഇവിടെ കുറച്ച് ആളുകളുള്ള ഭാഗമാണ്. എന്നാലും നമ്മളൊരു ജാഗ്രത ഉണ്ട്. അപ്പോൾ ആ വഴി ഇങ്ങോട്ട് എത്തിപ്പെട്ടത് നല്ലൊരു പീസ്ഫുള്ള ഏരിയ ഉണ്ടാ. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ യാത്ര ആസ്വദിക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, വേസ്റ്റുകളൊന്നും വലിച്ചെറിയരുത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉൾവഴികളായിരിക്കും കൂടുതൽ ജനങ്ങൾ താമസിക്കുക. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. പ്രകൃതിയോട് എപ്പോഴും സ്നേഹം വേണം, അതുണ്ടായാലേ നമ്മളുള്ളൂ. പിന്നെ അതെ, ആ ഉൾവഴി കഴിഞ്ഞ് വീണ്ടും പുലയമ്പാറ ജംഗ്ഷനിലെത്തി സീതാർകുണ്ട് വ്യൂ പോയിന്റ് വഴി പിടിച്ചു. നേരത്തെ പോയ ഉൾവഴി റിട്ടേൺ അടിച്ച് പുലയമ്പാറ ജംഗ്ഷനിൽ 2 വഴി കിട്ടും. അതിലൊന്ന് സീതാർകുണ്ടും പിന്നെ കൊട്ടയങ്ങാടും ആണ് കിട്ടുക. ലെഫ്റ്റ് പിന്നെ നമ്മൾ കയറി വന്ന വഴി. പിന്നെ ആ ഒരു വഴിയോട് നമ്മൾ സീതാർകുണ്ട് പോകാൻ വെച്ചു. ഈ വഴിയുടെ ഉൾവഴിയല്ല. ഇവിടേക്ക് പിന്നെ വ്യൂ പോയിന്റ് കാണാൻ അത്യാവശ്യം വണ്ടികളുണ്ടാവും. പക്ഷേ റോഡ് മോശാട്ടാ, കുറേ വണ്ടികൾ പാസ് ചെയ്യുന്ന റോഡായിട്ടും നന്നാക്കിയിട്ടില്ല. പിന്നെ അതെ, വ്യൂ പോയിന്റ് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഒരു കവാടം കിട്ടും. അതിന് തൊട്ടടുത്ത് നമ്മൾ ഡീറ്റെയിൽ കൊടുക്കണം, എന്നിട്ട് കടത്തി വിടുള്ളൂ. എന്നിട്ട് ആ കവാടം കഴിഞ്ഞിട്ടുള്ള വഴി. അപ്പോൾ ഈ ഒരു ഭാഗം ഒരു പ്രത്യേക ഭാഗം കേട്ടോ, ഒരു ഡാർക്ക് ഫീലിംഗ് ആണ് ഇവിടെ. എന്നുവെച്ചാൽ കാപ്പിത്തോട്ടങ്ങളും കാടും. എനിക്ക് ഈ കാപ്പിത്തോട്ടങ്ങൾ കാണുമ്പോൾ ഭംഗിയുണ്ടെങ്കിലും ഒരു കുഞ്ഞി പേടി തോന്നും. ആ കുഞ്ഞി പേടി എന്ന് വെച്ചാൽ മൃഗങ്ങളെയാണ്. തേയിലത്തോട്ടങ്ങൾ കാണുമ്പോൾ നമുക്കൊരു പ്രസന്നത ഫീലിംഗ് ആണ് കിട്ടുക. ഇതിൻ്റെ ഇലകളൊക്കെ വലിയ ഇലകളായതുകൊണ്ടേ ഒരു കാട് പ്രതീതി. പിന്നെ രണ്ടിനും കമ്പയർ ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല കേട്ടാ. ഈ തേയിലത്തോട്ടം കടയിലാണ് ഞാൻ പുലിനെ കണ്ടത്. അപ്പോൾ ഇവന്മാരൊക്കെ എവിടെ ഉണ്ടാവും, എന്നാലും ഇലകൾക്ക് ഇത്തിരി കളർഫുള്ള് തേയിലത്തോട്ടങ്ങൾക്കാണ്. അപ്പോൾ അത് 2 വഴി. ഇവിടെ നെയിം ബോർഡുണ്ട്, സ്ട്രൈറ്റ് പിടിക്കുക. പിന്നെ നോക്കിയാൽ കാപ്പിത്തോട്ടങ്ങൾ നിറഞ്ഞേക്കണത് ഒരു ഭീകരത നിറഞ്ഞ ഭാഗമല്ലേ, വിജനം പിടിച്ച സ്ഥലം. ഞാനപ്പോൾ രാത്രിക്ക് ഈ വഴിക്ക് വരുന്ന കാര്യം ആലോചിച്ചു. ശരിക്കും പേടിക്കാനൊന്നുമില്ല കേട്ടാ. എന്നുവെച്ചാൽ ഇവിടെ വ്യൂ പോയിന്റ് കാണാനും പിന്നെ ഒരു ഫാമൊക്കെ ഉണ്ട് ഇവിടെ. പകൽ സമയത്ത് ഒരാളൊക്കെ ഉണ്ടാവും. വൈകുന്നേരം വന്നു നോക്കിയിട്ടില്ല കേട്ടാ. എന്തൊക്കെയായാലും പച്ചപ്പിൻ്റെ ഒരു നിറകുടം. ഈ വഴിക്ക് പോകുമ്പോൾ എന്തൊരു ശാന്തത, പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ. പിന്നെ നേരത്തെ പറഞ്ഞ ഉൾവഴി ഒന്ന് പരീക്ഷിച്ച് നോക്കിട്ടാ. പിന്നെ ഇതേ ഇവിടെ നിന്ന് അങ്ങോട്ട് കാപ്പിത്തോട്ടങ്ങളുടെയും കാടുകൾക്കിടയിലൂടെയും നല്ല കട്ട വിരിച്ച റോഡ് കിട്ടും. മികച്ച റോഡ് നമുക്ക് ഈ ഭാഗങ്ങളാണ് കിട്ടുക. നെല്ലിയാമ്പതി നല്ലൊരു പ്ലേസ് ആയിട്ടും അവിടുത്തെ റോഡുകൾ ഇത്തിരി മോശമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, മരങ്ങൾക്കിടയിലുള്ള റോഡ്. മഴ പോലത്തെ കാര്യം അറിയാലോ. പിന്നെ എല്ലാ ഭാഗം ഇതുപോലെ കട്ട വിരിക്കണം, അതൊന്നും നടക്കുന്ന കാര്യമില്ല. പിന്നെ കാട്ടിക്കൂടെ പോകുമ്പോൾ ഒരു ഓഫ് റോഡ് ആക്കിയിട്ട് കൂട്ടിയാൽ മതി. പക്ഷെ സ്വന്തം വാഹനത്തിൽ വരുമ്പോൾ നമ്മൾ ഇത്തിരി വേദനിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ കാര്യം കിടക്കട്ടെ. എന്നാലും ഇവിടെയും നല്ല കട്ടൊക്കെ വിരിച്ച് നല്ല തേയിലത്തോട്ടം കൊണ്ട റോഡ്. അപ്പം നമ്മൾ വ്യൂ പോയിന്റിൻ്റെ അടുത്തേക്ക് എത്താറായി. അപ്പം കണ്ട ഗ്ലാമറൊക്കെ ഇത്തിരി കൂടി വരണ്ട. ഇവിടെ ഈ തേയിലച്ചെടികൾ ഭംഗിയുണ്ട, ഒരു വെറൈറ്റി കളർ. ഈ തളിരിലകളില്ലേ, അതേ ഒരു മോഡലാ. ഇനിയിപ്പോൾ ഇത് തേയില തന്നെയാണോ? നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോകണം, തൊട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കോളേജോടെ പാർക്ക് ചെയ്ത് നടരാജ് ബസ്സിൽ പോണ്. അപ്പോൾ നടരാജ് ബസ്സിൽ പോണ കാഴ്ചകൾ നോക്കിയാൽ 2 സൈഡും ഇവിടെ നിന്ന് ഫോട്ടോകളൊക്കെ എടുത്ത് പൊളിക്കും. നമ്മുടെ അവിടുത്തെ പാർക്കിംഗ് ബേ ഇവിടെ കാണിച്ചിട്ടില്ല. അത്യാവശ്യം വണ്ടിയോടൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് അവിടെ. പിന്നെ അവിടെ ഷോപ്പൊക്കെ ഉണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ അതെ, സ്വർഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടല്ലേ, പക്ഷെ കണ്ടിട്ടില്ലല്ലേ. അപ്പോൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ്
സ്വർഗത്തിന്റെ ഒരു രൂപം ഏതാണ്ട് ഇതുപോലെ ഇവിടെ നിന്നിട്ടുള്ള വ്യൂയിലൂടെ നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ അതെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ആളെ കണ്ട ജാടയ്ക്ക് വെച്ചാലട്ടാ വ്യൂ പോയിന്റ് ഒന്ന് മനോഹരമാക്കാൻ ധരിച്ചതാ. അപ്പൊ നമ്മള് പരിചയത്തിലെത്താറാണ് വീഡിയോ കാണുന്നെങ്കിൽ ഈ കേൾക്കുന്ന ശബ്ദത്തിന് ഉടമസ്ഥനെയാണ് ഇപ്പൊ തന്നെ കണ്ടത്. വിപിൻ, തൃശ്ശൂരാണ് വീട്. ഓക്കെ, ഇത് പിന്നെ നമ്മുടെ നെല്ലിയാമ്പതിന്റെ ഹൈലൈറ്റ് നെല്ലിമരം, ചെറിയൊരു നെല്ലിമരം, അതിന്റെ ഷേപ്പ് കണ്ട. അപ്പൊ ആ നെല്ലിമരവും അവിടെ നിന്നുള്ള വ്യൂവും ആണ് നെല്ലിയാമ്പതിയെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ആദ്യ ചിത്രം. ഈ സുന്ദരമായ നെല്ലിമരം നെല്ലിയാമ്പതിന്റെ പേരിന് കാരണക്കാരൻ അറിയുന്നു. അപ്പൊ നമ്മുടെ 5 മിനിറ്റിന്റെ വീഡിയോ നിർത്തുന്ന സമയമായി. അപ്പൊ എല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെന്ന് വിചാരിക്കുന്നു. മനസ്സിന്റെ ഒരു ചേഞ്ചിന് ആരാ യാത്ര നടത്താത്തല്ലേ. അപ്പൊ നിങ്ങളുടെ യാത്രകൾക്ക് വ്യക്തമായൊരു അറിവ് നൽകാനാണ് ഓരോ വീഡിയോയിലും ശ്രമിക്കുന്നത്. നമ്മളൊരു യാത്ര പോകുമ്പോൾ ആ ഭാഗത്ത് വീടുകളൊക്കെ ഒന്ന് കണ്ടുപോയാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ വരുമ്പോൾ യാത്രകളൊക്കെ കുറച്ചും കൂടി അടിപൊളിയാക്കാം. അപ്പോൾ ചാനലൊന്ന് സബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ആ ലൈക്കിൻ്റെ ബട്ടൺ ഒന്ന് അടിച്ചിട്ടുള്ളൂ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ കാണാം. പിന്നെ താങ്ക്സ് ഉണ്ട്.